മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके. ദേവി ഇതിനൊക്കെ സമാധാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും എൻ്റെ പ്രതിജ്ഞ നിറവേറ്റാതെ കണ്ട് നിർത്തിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാതിരി അവിടെ ചെന്ന് പറഞ്ഞോളൂ. പോയിട്ട് ഞാൻ പറഞ്ഞത് ആ സുംഭനോട്, രാജാവിനോട്, ദൈത്യരാജാവിനോട് പറയൂ, അദ്ദേഹം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടു എന്നാണ്. അതോടുകൂടിയിട്ട് ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി അടുത്ത അധ്യായത്തിൽ ഈ മഹർഷി കഥ തുടരുകയാണ്. സുരഥരാജാവിനോട് സന്യാസിയുടെ കഥ തുടരുകയാണ്. ഋഷി പറഞ്ഞു എന്നാണ്. ഇത്യാകർണ്യവചോ ദിവ്യാ സദൂതോമർഷപൂരിത സമാഗത്യ ദൈത്യരാജായ വിസ്തരാത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ പിടിച്ചു കൊണ്ടുപോകാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത് മാതിരി ചെയ്തു വരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന് വരണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരി, അപ്പോൾ അതുമാതിരി തിരിച്ചു വന്നു എന്നാണ്. ഇത്യാകർണ്യ ഇപ്രകാരം കേട്ടിട്ട്, ദേവി പറഞ്ഞത് കേട്ടിട്ട്, വചോ ദേവ്യാഹ വചഃ, ദേവിയുടെ ആ വാക്കുകൾ, ഇതി ആകർണ്യ ഇപ്രകാരമുള്ള വാക്കുകൾ ആകർണ്യ കേട്ടിട്ട്, സദൂതഃ ആ ദൂതൻ സുഗ്രീവൻ അമർഷപൂരിത ദേഷ്യം വന്നു. അതായത് ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക നിശ്ചയില്ല. എന്തായാലും ദേഷ്യം വന്നു. അമർഷപൂരിത ദേഷ്യം വന്നു. തൻ്റെ യജമാനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാതെ കണ്ടിരുന്നില്ല. എത്ര വലിയ കേവനായിട്ടുള്ള സുംഭനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ കണ്ട് ഇവിടെ ഇരിക്കണു എന്നുള്ളതൊക്കെ ആ ദേഷ്യമൊക്കെ വന്നു. സമാഗത്യ തിരിച്ചുപോയി. ഏതായാലും സമാചഷ്ട പറഞ്ഞു, എല്ലതും വിസ്തരിച്ചു പോണു. സമാഗത്യ തിരിച്ചു വന്നിട്ട് സമാചഷ്ട പറഞ്ഞു. ദൈത്യരാജായ വിസ്തരാത്, ദൈത്യരാജാവിനോട് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ചെന്ന് പറഞ്ഞത്. ആ പറഞ്ഞിട്ട് കേട്ടിട്ട് അവർ പറഞ്ഞത് ഇതാക്കിയാണ് എന്നൊക്കെ വിസ്തരിച്ച് വിസ്തരിച്ച് സമാചഷ്ട പറഞ്ഞു. തസ്യ ദൂതസ്യ തദ്വാക്യമാകർണ്യ സുരരാട്ട് തതഃ സക്രോധ പ്രാഹ ദൈത്യാനാമധിപം ധൂമ്രലോചനം. തസ്യ ദൂതസ്യ ആ ദൂതൻ്റെ തദ്വാക്യം ആകർണ്യ ആ വാക്കുകൾ കേട്ടിട്ട്, അതായത് ഇങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ അത് കേട്ടിട്ട് അസുരരാട്ട് ആ അസുരരാജാവ് സക്രോധ, രാജാവിനും ക്രോധം വന്നു, വല്ലാത്തതായിട്ടുള്ള ക്രോധം വന്നു. സക്രോധ പ്രാഹ ദൈത്യാനാമധിപം ധൂമ്രലോചനം. ധൂമ്രലോചൻ എന്നുള്ളതായിട്ടുള്ള മറ്റൊരു അസുരൻ്റെ, അത് ദൈത്യന്മാരുടെ അധിപൻ തന്നെയാണ്. അതായത് അധിപൻ വെച്ചാൽ സുംഭൻ്റെ താഴെ തന്നെയാണ്. എന്നാലും കുറേയൊക്കെ ആളുകളെ നയിക്കാനുള്ളതായിട്ടുള്ള അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദൈത്യന്മാരെ കുറേ അധികം നയിക്കുന്നതായിട്ടുള്ള ആ ധൂമ്രലോചൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരനോട് പറഞ്ഞു എന്നാണ്. സക്രോധ പ്രാഹ ദൈത്യാനാമധിപം ധൂമ്രലോചനം. ദൈത്യാധിപനായിട്ടുള്ള ധൂമ്രലോചനോട് പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? ഹേ ധൂമ്രലോചനാശുത്വം സുസ്വസൈന്യപരിവാരിക താമാനയ ബലാദുഷ്ടം കേശാകർഷണ വിഹ്വലം. ഹേ ധൂമ്രലോചന, അല്ലയോ ധൂമ്രലോചന, ആശു വേഗത്തിൽ, ത്വം സുസൈന്യപരിവാരിത അങ്ങ് തൻ്റെ സൈന്യങ്ങളോട് കൂടിയിട്ട് സൈന്യങ്ങളാൽ പരിവാരിതനായിട്ട് ചുറ്റപ്പെട്ടുകൊണ്ട് സൈന്യങ്ങളോട് കൂടി എന്നർത്ഥം. തൻ്റെ അതായത് ഓരോരുത്തർക്കും ഉണ്ടാവും അധികാരത്തിലുള്ളതായിട്ടുള്ള സൈന്യങ്ങൾ കുറേ പേര്. അപ്പം അങ്ങനെ ഈ ധൂമ്രലോചനും തൻ്റെ അധീനത്തിൽ കുറേ സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളെയൊക്കെ കൊണ്ടുപോയിക്കോളൂ. സ്വസൈന്യ പരിവാരിത താം ആനയ അവളെ കൊണ്ടുവരൂ. ബലാത് ബലായിട്ട് അവളെ വിളിച്ചു കൊണ്ടുവരൂ. ദുഷ്ടാം എന്താ വെച്ചാൽ അവൾ ദുഷ്ടയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞയച്ചാൽ ഇങ്ങോട്ട് വരികയല്ലേ വേണ്ടു. അതല്ലാതെ കണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ വരണം, എന്നെ തോൽപ്പിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനൊന്നുള്ളതായിട്ടുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ല. ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമാനയ ബലാത് ദുഷ്ടാം ആ ദുഷ്ടയായിട്ടുള്ള അവളെ വേഗം കൊണ്ടുവരൂ. കേശ ആകർഷണ വിഹ്വലം ആ തലമുടിയൊക്കെ പിടിച്ചു വലിച്ച് ആ പേടിപ്പിച്ച്
ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്നാണ്. കേശാകർഷണ വിഹ്വലാം താം ആനയ ബലാത് ദുഷ്ടയായിട്ടുള്ള അവളെ ബലമായിട്ട് കേശാകർഷണ വിഹ്വലാം തലമുടി പിടിച്ചു വലിച്ച് പേടിപ്പിച്ചും കൊണ്ട് കൊണ്ടുവന്നോളൂ എന്ന് ധൂമ്രലോചനൻ എന്നുള്ളതായിട്ടുള്ള അസുരനോട് പറഞ്ഞു. തത്പരിത്രാണത കശ്ചിൽ യതിവോത്തിഷ്ഠതേ പര സഹന്തവ്യോമരോ വാപി യക്ഷോ ഗന്ധർവ ഏവ വാ. ഇനി ആരെങ്കിലും അവളെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ പരിത്രാണത അവളുടെ രക്ഷയ്ക്കായിട്ട് കശ്ചിത് യതിവാ ഉത്തിഷ്ഠതേ ആരെങ്കിലും പുറപ്പെടുന്നുണ്ടെങ്കിൽ യതിവാ ഉത്തിഷ്ഠതേ ആരെങ്കിലും എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ പരഹ വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സഹന്തവ്യ അവനെ കൊല്ലണം. ആരെങ്കിലും വേറെ ആരെങ്കിലും ഇനി അവൾ ഒറ്റയ്ക്കാണെന്നാണ് പറഞ്ഞത്, അല്ല ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും വധിച്ചോളൂ. സഹന്തവ്യ അമരഹ വാപി ദേവന്മാരായാലും വിരോധമില്ല, ആരായാലും വിരോധമില്ല, കൊല്ലണം എന്നാണ്. യക്ഷോ ഗന്ധർവയേവ വാ ഗന്ധർവനായാലും ജ്യേഷ്ഠരായാലും ആരായാലും അവളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി വധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ധൂമ്രലോചനൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ പറഞ്ഞയച്ചു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.